ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ പാർട്ട് 2 ഇംഗ്ലീഷിൻ്റെ 4th യൂണിറ്റായ വർക്ക് ഈസ് വർഷിപ്പ് എന്ന യൂണിറ്റാണ്. പേര് പോലെ തന്നെ ഈ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും കൃഷിയുടെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്നതാണ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സ്റ്റോറിയാണ് ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഈ കഥയിൽ കുറച്ച് കുട്ടികൾ ഒരു താഴ്വരയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവർക്ക് ഒരു വസ്തു ലഭിക്കുകയുണ്ടായി. അവരതിനു മുൻപ് അത് കണ്ടിട്ടേയില്ല. അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുമില്ല. അതിനൊരു കോഴിമുട്ടയുടെ വലിപ്പമുണ്ട്. അപ്പോൾ അവരെ ഇതെന്താണ് എന്ന് പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു യാത്രക്കാരൻ അതിലേ വരികയും അദ്ദേഹം അത് പൈസ കൊടുത്ത് ആ കുട്ടികളിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു. താമസിയാതെ ആ യാത്രക്കാരനത് കൊട്ടാരത്തിലെത്തി രാജാവിന് സമർപ്പിച്ചു. രാജാവിനും ആ വസ്തു കണ്ടപ്പോൾ അത്ഭുതകരമായി തോന്നി. അദ്ദേഹത്തിന് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സദസ്സിലുള്ള പണ്ഡിതന്മാരെയെല്ലാം വിളിച്ചാലോചിച്ചു. അവരാരും അത്തരം ഒരു വസ്തു മുൻപ് കണ്ടിട്ടില്ല. അതെന്താണെന്ന് തിരിച്ചറിയാനും സാധിക്കുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വസ്തു ഒരു ജനാലക്കരികിൽ കിടന്നപ്പോൾ ഒരു കോഴി പറന്നു വന്ന് അതിനെ കൊത്താനായിട്ട് ആരംഭിച്ചു. കുറച്ച് സമയത്തിനു ശേഷം അതിനകത്തൊരു ഹോള് ആ കോഴി ഉണ്ടാക്കി. അപ്പോഴാണ് ആ പണ്ഡിതന്മാർക്ക് മനസ്സിലായത് അതൊരു ചോളത്തിൻ്റെ ധാന്യമണിയാണ്. അപ്പോൾ അവർക്കെല്ലാം വീണ്ടും അത്ഭുതമായി തോന്നി. കാരണം ഇത്രയും വലിയൊരു ധാന്യമണി അവരാരും ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അപ്പോൾ രാജാവ് ആ അറിവുള്ള പണ്ഡിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ എവിടെയാണ് ഇത്രയും വലിപ്പമുള്ള ഈ ധാന്യം വളരുന്നതെന്ന് അന്വേഷിച്ചറിഞ്ഞ് തിരിച്ചു വരാൻ. അങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് അന്വേഷിച്ചെങ്കിലും അത്തരത്തിൽ വലിപ്പമുള്ള ഒരു ധാന്യമണി ആ രാജ്യത്തുണ്ടായിരുന്നില്ല. പണ്ഡിതന്മാരെല്ലാവരും തങ്ങളുടെ കൈവശമുള്ള വളരെ പഴക്കമുള്ള പുസ്തകങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. ഒന്നിലും അവർക്ക് ഇതിനെപ്പറ്റി കാണാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം അവർ രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് താങ്കൾക്കൊരു മറുപടി തരാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് താങ്കൾ ഈ രാജ്യത്തെ മുതിർന്ന കർഷകരോടൊന്ന് അന്വേഷിച്ച് നോക്കാൻ. അങ്ങനെ രാജാവ് തൻ്റെ സേനാനായകന് നിർദ്ദേശം കൊടുക്കുകയാണ്, ഈ രാജ്യത്തിലെ ഏറ്റവും പ്രായമുള്ള കർഷകനെ കൊണ്ടുവരൂ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ രാജ്യത്തെ ഏറ്റവും പ്രായമുള്ള ഒരു കർഷകനെ രാജാവിൻ്റെ മുൻപിൽ ഹാജരാക്കി. അദ്ദേഹം വളരെ പ്രായമുള്ളയാളും നടക്കാൻ വളരെ ബുദ്ധിമുട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖമെല്ലാം വിളറി, പല്ലുകളൊന്നും ഇല്ല. അദ്ദേഹം പതുക്കെ ക്രച്ചസിൻ്റെ സഹായത്തോടെയാണ് നടന്നു വരുന്നത്. രാജാവ് അദ്ദേഹത്തെ ഈ ധാന്യമണി കാണിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ചെവി നന്നായിട്ട് കേൾക്കുന്നില്ല. ആ കൃഷിക്കാരന് നല്ലവണ്ണം ചെവി കേൾക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ രാജാവ് ഉറക്കെ ചോദിച്ചു, ഇത്തരത്തിലുള്ള ധാന്യമണി നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശബ്ദം അത്ര ക്ലിയർ അല്ല, മറുപടി അത്ര വ്യക്തമല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിപ്പമുള്ള ധാന്യമണികളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അച്ഛന് ഇതിനെപ്പറ്റി അങ്ങേക്ക് മറുപടി തരാൻ സാധിക്കുമെന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെ രാജാവിൻ്റെ മുൻപിൽ ഹാജരാക്കി. അദ്ദേഹവും ഒരു ക്രച്ചസിൻ്റെ സഹായത്തോടെയാണ് കടന്നു വന്നത്. ആദ്യം വന്ന ഇദ്ദേഹത്തിൻ്റെ മകൻ 2 ക്രച്ചസിൻ്റെ സഹായത്തോടെയാണ് വന്നത്. എന്നാൽ ഇദ്ദേഹം ഒരെണ്ണത്തിൻ്റെ സഹായത്തോടെയാണ് നടക്കുന്നത്. രാജാവ് വീണ്ടും ഈ പ്രായമായ കർഷകനെ ഈ ധാന്യമണി കാണിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഇത് കണ്ടിട്ടില്ല, എനിക്കിതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഇങ്ങനെയുള്ള അതൊന്നും കൃഷി ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ ഇത് കണ്ടിട്ടുമില്ല, ഞാൻ ഉപയോഗിച്ചിട്ടും ഇല്ല. ഒരു പക്ഷേ എൻ്റെ അച്ഛനോട് ചോദിച്ചാൽ ഇതിനെപ്പറ്റി അറിയാൻ പറ്റുമായിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെ രാജാവിൻ്റെ മുൻപിൽ ഹാജരാക്കി. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളയാളും നന്നായിട്ട് ചെവി കേൾക്കുന്നയാളും തൻ്റെ മകനെക്കാട്ടിലും കൊച്ചുമകനെക്കാട്ടിലും വളരെ ആരോഗ്യവാനും ആയിരുന്നു. അദ്ദേഹം ക്രച്ചസിൻ്റെ സഹായത്തോടെയല്ല, വളരെ ആരോഗ്യത്തോടെ നടന്നാണ് രാജാവിൻ്റെ മുൻപിലെത്തിയത്. അപ്പോൾ രാജാവ് ഈ ധാന്യമണി അദ്ദേഹത്തിനെ കാണിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നു, ആ കർഷകൻ മറുപടി പറയുകയാണ്, ഞാൻ ഒരുപാട് കാലമായി ഇത്തരത്തിലുള്ള നല്ല ഒരു ധാന്യമണി കണ്ടിട്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ രാജാവ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, പറയൂ ഗ്രാൻഡ് ഫാദർ, എവിടെയാണ് ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത്? അപ്പോൾ ആ പ്രായമായ മനുഷ്യൻ മറുപടി പറഞ്ഞു,
എൻ്റെ ജീവിതകാലത്തിൽ, എൻ്റെ നല്ല സമയത്ത്, എൻ്റെ ചെറുപ്പകാലത്ത് എല്ലായിടത്തും, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള വലിയ ധാന്യമണികളാണ് കൃഷി ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ധാന്യം ഓരോരുത്തരും അവനവന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഞങ്ങളത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തിരുന്നില്ല. വിൽപ്പന അല്ലെങ്കിൽ പൈസയ്ക്ക് വിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ കാലത്ത് ഒരു വലിയ പാപമായിരുന്നു. അതിനാൽ അത്തരം പ്രവർത്തികളിൽ ഞങ്ങൾ ഏർപ്പെട്ടിരുന്നില്ല. എല്ലാ മനുഷ്യരും അവനവനുള്ള ആഹാരം കൃഷി ചെയ്തുണ്ടാക്കുകയാണ് ഉണ്ടായിരുന്നതെന്ന് ആ ഗ്രാൻഡ് ഫാദർ രാജാവിനോട് മറുപടി പറഞ്ഞു. അപ്പോൾ രാജാവ്